ഹായ്, എനിക്ക് ഒരു റെസിപ്പി കേട്ടാ. എന്ത് റെസിപ്പി പറഞ്ഞാൽ മസാല ഉണ്ടാക്കും പോകണം. മസാലയ്ക്ക് എന്തൊക്കെ ആവശ്യം എടുത്ത് വെച്ചെന്ന് കാണിക്കാം. ഇതാ എണ്ണ, കടുക്, ജീരകം, ഇത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കുറച്ചേ ഉള്ളൂ കേട്ടോ, അത് തീർന്നു പോയി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സവോള, ഉള്ളി, മഞ്ഞൾപ്പൊടി, വെള്ളം, ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിയാക്കി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്ത് ചെയ്യാൻ കാണിക്കാം, മസാല ഉണ്ടാക്കും. ഓക്കെ, ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തീ കത്തിക്കാൻ പോകട്ടോ. ആദ്യം എണ്ണ ഒഴിക്കാൻ പോകട്ടാ. ചട്ടിയൊക്കെ ചൂടായി. മതിയാ? അളവിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റായി എടുത്ത് വെച്ച് തന്നിരിക്കാൻ കേട്ടാ വൈഫ്. അളവൊന്നും എനിക്കറിയില്ല. കടുകിടാൻ പോവാണ്. പൊട്ടട്ടെ. ഓക്കെ, കടുകിട്ട ശേഷം ജീരകം ഇട്ടു. പിന്നെ പൊട്ടി കഴിഞ്ഞിട്ടാ ഇഞ്ചി, പച്ചമുളക് ഇട്ടിക്കണ്ട. അയ്യോ, നല്ല പൊട്ടുന്നു. ഉള്ളി അതിലെന്ത് കറിവേപ്പിലുണ്ട് കേട്ടാ. ഇത് ആയിട്ടുണ്ട് കേട്ടാ, ഇടാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി ഇളക്കുന്നുണ്ട്. അത് കുറച്ച് ഉള്ളിയിട്ട ശേഷം കുറച്ച് ഉപ്പുണ്ട് കേട്ടാ. കുറച്ച് മതിയല്ലോ. ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചാ വേഗം ഉള്ളി വേഗം വണങ്ങും. എങ്ങനെ പറയുന്ന അറിയില്ല. ഇനി ഇതിട്ട ആയിട്ടില്ല, റെഡിയായിട്ടാ. ഇനി എന്താ അടുത്തോട്ട് പറഞ്ഞാ മഞ്ഞപ്പൊടി ഇടാൻ പോട്ടാ. മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി നമുക്ക്. മറ്റേ ഉരുളക്കിഴങ്ങ് ഇടുന്ന മുമ്പ് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകട്ടാ. ഉരുളക്കിഴങ്ങ് ഒരുപാട് ഡ്രൈ പോലെ ഉണ്ടല്ലോ, അതിനാണ് വെള്ളം ഒഴിക്കും കേട്ടാ. അത് തിളയ്ക്കുമ്പോഴാ വെള്ളം കണ്ടോ. ഉരുളക്കിഴങ്ങ് ഇടാൻ പോകട്ടാ. നന്നായി തിളയ്ക്കുമ്പോൾ നോക്കിയതാ. വെള്ളം ഒഴിച്ചപ്പോൾ തിളയ്ക്കും കേട്ടാ. നന്നായി ഇളക്കുക കേട്ടാ. എല്ലാം മിക്സാണ് പോലെ ഇളക്കുക. മസാല ഒക്കെ സൂപ്പറാണ് കേട്ടോ. അടുപ്പ് ഓഫാക്കി നോക്കിയതാ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ മസാല. എന്തിനാണ് മസാല ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം. ടിപ്സ് ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, എന്തിനാണ് മസാല ഉണ്ടാക്കിയത്? മസാല ദോശ ഉണ്ടാക്കാൻ കേട്ടാ. ദോശക്കല്ലൊക്കെ ചൂടായിട്ട് കേട്ടാ എണ്ണ തേക്കാണ്. വാഴ ഇതാണ്. എന്നിട്ട് മാവ് ഒഴിക്കാൻ കൊണ്ടാ. ദോശമാവ് നൈസായി വരുമോ എന്നറിയില്ല, നോക്കാം. ഒരുപാട് വലുതാകാൻ പറ്റില്ലടാ, ഇത്രയ്ക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ദോശ വെന്തിട്ടുണ്ട് തോന്നുന്നുണ്ട്, തിരിച്ചിടാൻ നോക്കട്ടാ. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ തിരിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് വേഗാതെ ഓരോ ഫീലിംഗ് ഉണ്ട് കേട്ടാ. കടയിലൊക്കെ ഒരു പ്രാവശ്യം തിരിച്ച് അതിന് മേലെ ഇടുന്നത് എനിക്കങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടാ. എനിക്കൊരു വേഗാതെ ഓരോ ഫീലിംഗ് ഉണ്ട്. അതാണ് തിരിച്ചിടാൻ പോകട്ടാ. കുറച്ച് വെന്തിട്ടുണ്ട്. മസാല ഇടാൻ പോകണം. ഓക്കെ, ചൂടുണ്ട്. ഇത് എനിക്ക് കണ്ടിക്കൊണ്ട് പറ്റും തോന്നിയില്ല കേട്ടാ. ശ്രമിക്കാം. ഓക്കെ,
വേണ്ട കുറച്ച് പരത്തിയിട്ടുണ്ട് ഞാൻ വേണ്ട അതെ ഇതുപോലെ സിമ്പിൾ ടാസ്കൊക്കെ ഞാൻ ചെയ്യട്ടെ റെസിപ്പിയൊക്കെ കുറച്ച് വലുതാകുമ്പോൾ വൈഫ് വരും ഓക്കെ ദോശ ആയിക്കൊണ്ടിരിക്കാൻ കേട്ടാ മതിയോ മടക്കണ്ടേ മടക്കാൻ പോവാണ് ഇതെങ്ങനെ കാണിച്ചു കേട്ടാ ഇത് വേണ്ട വലിയൊരു കാക്ക അഡ്ജസ്റ്റ് ഇതാ മസാല ദോശ റെഡി ആയിട്ടാ ചൂട് കയ്യിലെടുത്ത് ചൂടായി പോയി കൂടുതൽ ഇതാ ഇനിയുണ്ട് ഇതാ ഇനി രണ്ടെണ്ണം ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഓക്കെ എനിക്ക് എന്താണല്ലോ സ്പെഷ്യൽ മസാല ദോശ ഇതാ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടാ ഇതാ ദോശ ഇത് സാധാ ദോശ ഇത് മസാല ദോശ കേട്ടാ ഇതാ ഇത് മുളക് ചമ്മന്തി കുറച്ചിടാൻ പോകും കേട്ടാ ആള് കോരണം കേട്ടാ എനിക്കൊന്ന് വൈഫിനൊന്ന് അപ്പൂന്ന് അമ്മ പണിക്ക് പോയി പഞ്ചായത്ത് പണിക്ക് അമ്മ ദോശ എടുത്തിട്ട് രാവിലെ പോയി അത് കാരണം ഇതാ കഴിക്കാൻ പോട്ടാ ദോശ ഇതാ ഉച്ചെടുക്കാൻ പോയി മുളക് ചമ്മന്തിയില്ലേ മുളക് ചമ്മന്തിക്ക് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇതുപോലെ ആരൊക്കെ മസാല ദോശ കഴിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യും ഓക്കെ